ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഇദ്ദേഹം നിങ്ങൾക്ക് ലഡു വാങ്ങി തരും. കാരണം ആദ്യത്തെ ഉള്ള ഇന്റർവ്യൂ പുള്ളിയുടെ. നമുക്കെന്നാ ഷെനിലേട്ടനെ തന്നെ തുടങ്ങായിരുന്നു. കന്നി ഇന്റർവ്യൂ ആണ്. കഞ്ഞി ഇന്റർവ്യൂ നമ്മളങ്ങനെ പറഞ്ഞ കാരണം പുള്ളിയെന്ന് തുടങ്ങാന്നായി. ഈ പുള്ളിനൊക്കെ ഇരുത്തിയത് ഇടങ്ങേറല്ലേ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അപൂർവ പുത്രന്മാർ എന്ന സിനിമയോട് യെസ് പറയാൻ എന്താണ് ഒരു 3 കാര്യം ചോദിക്കുകയാണെങ്കിൽ? അത് കലക്കി പറയാനുണ്ട്. ഒന്നാമതെ പടമില്ലാതിരിക്കും. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? അതിന് സമയമായില്ലല്ലോ, നീ ഇപ്പൊ വന്നേലുള്ളൂ. ആ പാട്ടിന് അതിന്റെ ലിറിക്സും ഒക്കെ വെച്ചിട്ട് ക്രിഞ്ച് സോങ് എന്ന് പേര് കൊടുക്കും. ഇപ്പം ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കാണ്. ഇപ്പൊ നമ്മൾ പഴയ കാലത്തെ ഹ്യൂമറും നീ അറിഞ്ഞ ഞാൻ പെട്ടു. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. Jewelry shoppingന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. ഹലോ എവ്രിവൺ. നമ്മളുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരു സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപൂർവ പുത്രന്മാർ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി 1 2 3 5 കലാകാരന്മാരാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. ധർമ്മജൻ ബോൾഗാട്ടി, സാജിൻ ചെറുകയിൽ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിപിൻ ജോർജ് ആൻഡ് ഷിനിൽ ചിറ്റൂർ. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഇദ്ദേഹം നിങ്ങൾക്ക് ലഡു വാങ്ങി തരും. കാരണം ആദ്യത്തെ ഉള്ള ഇന്റർവ്യൂ പുള്ളിയുടെ. അതാണ് ഞാൻ പറയാൻ പോയതാ. ഇത് കഴിയുമ്പോ ഷിനിൽ ചിറ്റൂര് ഓക്കെ നമ്മൾ ഓക്കെ ആക്കും ചേട്ടാ. ചേട്ടൻ എയർല എത്തിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു അത് എന്റെ ഒരു ഭാഗ്യമായിരിക്കും. അപ്പൊ ചേട്ടന്റെ ഓൺലൈൻ മീഡിയയിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അപ്പൊ ഞാനല്ലേ തന്നത്. അതുപോലെ ആ നാവ് പറഞ്ഞ പോലെ പൊന്നായിരിക്കും. അത് മാത്രമല്ല, ഈ വിഷ്ണു വിപിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് ഷെനിൽ ചിറ്റൂർ എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അല്ല, വെറുതെ ഹെൽപ്പ് ചെയ്യണല്ല, അതുകൊണ്ടാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തേക്കണ ആള് തന്നെയാണ്. അപ്പം അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന സിനിമ നമുക്കെന്നാ ഷെനിലേട്ടനെ തന്നെ തുടങ്ങായിരുന്നു. കന്നി ഇന്റർവ്യൂ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ചേട്ടൻ എന്താണ് അപൂർവ പുത്രന്മാർ? കഞ്ഞി ഇന്റർവ്യൂ നമ്മളങ്ങനെ പറഞ്ഞ കാരണം പുള്ളിയെന്ന് തുടങ്ങാന്നായി. ഈ പുള്ളിനൊക്കെ ഇരുത്തിയത് ഇടങ്ങേറല്ലേ. അതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് മുന്നോട്ട് ചോദിച്ചോളൂ. നിങ്ങളുടെ എല്ലാം പെർമിഷനോട് കൂടി തന്നെ ഷീനിൽ ചേട്ടനോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് അപൂർവ പുത്രന്മാർ എന്ന സിനിമയോട് യെസ് പറയാൻ എന്താണ് ഒരു 3 കാര്യം ചോദിക്കുകയാണെങ്കിൽ യെസ് പറയാൻ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ? അത് കലക്കി പറയാനുണ്ട്. ഒന്നാമതെ പടമില്ലാതിരിക്കും. ആദ്യത്തെ ചോദ്യം കറക്റ്റാണത്. അല്ല, യഥാർത്ഥ ഉത്തരം ഇനി യഥാർത്ഥ ഉത്തരം ചേട്ടൻ പറയും. ഞങ്ങളിങ്ങനെ ഇത് പറയേ. സംഭവം അവർക്കിടെ എല്ലാവരും ഞങ്ങളുടെ ഗുരുക്കന്മാർ അല്ലേ, പ്രായം കൊണ്ട് ഞാനാണ് അവർക്കിടെ ഗുരുക്കെങ്കിലും മറ്റു എല്ലാം കൊണ്ട് എന്നെക്കാളും വിൽക്കുന്ന അവരുടെ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോട് ഞാൻ പറഞ്ഞാണ്. അത് ശരിയാണ്, പടങ്ങൾ ഇങ്ങനെ വരണമല്ലോ. കുറേ പടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആദ്യത്തെ ഒരു പടം കിട്ടിയത് വെടിക്കെട്ടാണ്. അത് ബിബിനും വിഷ്ണുവും അവരില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനില്ല, ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളുണ്ട് ആ മേഖലയിൽ വന്നേക്കണേൽ. അപ്പോൾ അവരങ്ങനെ ആ പടത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു വിളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഞാൻ അന്വേഷിക്കില്ല, തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം ഒരു പടം ചെയ്യുക, ആ പടത്തിലൂടെ അത് ഇവർ ചെയ്ത പടമാകുമ്പോൾ അതിൻ്റെ എല്ലാ മുക്കും മൂലം ഇവർ അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒന്നും എന്താ കഥയുണ്ട, കാരണം എല്ലാ മേഖലയും കൈവച്ചവരാണ്. പിന്നെ എന്ത് നോക്കാൻ, അവരുടെ ധൈര്യമാണ് നേരെ അങ്ങോട്ട് ചെന്ന്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയല്ലോ. ഇപ്പോൾ ധർമ്മേട്ടനാണെങ്കിലും സജിനാണെങ്കിലും എല്ലാവരും പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി. എന്തായാലും ഗംഭീരമാണ്. ഉള്ളൊരു വിശ്വാസം, ട്രസ്റ്റ് ഇതെല്ലായിരുന്നു ഇതിനകത്ത്. തീർച്ചയായിട്ടും ആ വിശ്വാസമാണ് നേരെ അങ്ങോട്ട് കയറിപ്പോയത്. ഞങ്ങൾക്ക് പുള്ളിയിലും ഭയങ്കര വിശ്വാസമാണ്. ഇങ്ങനെ വിളിച്ചാൽ ആ ഏരിയ സേഫ് ആണെന്നുള്ളത് നമുക്കറിയാം.
അപ്പം നമ്മളുടെ പേര് പോലെ തന്നെ അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഇതിനകത്ത് ആരാണ് അപൂർവ പുത്രന്മാർ? നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് അപൂർവ പുത്രന്മാരാണോ? നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്ത് അപൂർവ പുത്രന്മാർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പാട്ട് നമ്മൾ കേട്ടായിരുന്നു, അത് 1 million ഒക്കെ ക്രോസ് ചെയ്തു, ദ ക്രിൻ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു റോം കോം, ഒരു കളർഫുൾ റോം കോം ജോണറാണ്. നമുക്ക് അതിൽ നിന്ന് ചെറുതായിട്ട് ഒരു പാട്ട് വെച്ചിട്ട് നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റത്തില്ല ഒരു സിനിമയുടെ ജോണർ ഒരിക്കലും. ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഒരു കാറ്റഗറിയിൽ പെടുവോ സിനിമ, അതോ എന്താണ് അപൂർവപുത്രന്മാർ ബേസിക്കലി? തീർച്ചയായിട്ടും ആ പാട്ട് കാണുന്ന പോലെ തന്നെയാണ് അതിന്റെ ഒരു ഫ്ലേവർ, അപ്പൊ അതിന്റെ ഒരു കളർ ടോണും പരിപാടിയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പാട്ടിന് അതിന്റെ ലിറിക്സും ഒക്കെ വെച്ചിട്ട് ക്രിഞ്ച് സോങ് എന്ന് പേര് കൊടുക്കും. ദൈവത്തെ ഓർത്ത് ക്രിഞ്ച് എന്നുള്ള വാക്കൊന്നും നിർത്തണോട്ടാ. ഇപ്പൊ 2-3 ഇന്റർവ്യൂ കൊടുത്തതിൽ എല്ലാത്തിനും ക്രിഞ്ചിന്റെ പ്രളയം വരുന്നു. സാധാരണ ഇന്റർവ്യൂല് ഒരാൾ ചോദിക്കും എന്താണ് ഈ ക്രിഞ്ച്, യഥാർത്ഥത്തിൽ ഒരാൾ ആ ഒരു ചോദ്യം സാധാരണ അല്ല, ആ ഒരു പേര് അതിന് കൊടുത്തത് തന്നെ ഡയറക്ടേഴ്സിന്റെ ഒരു ബ്രില്യൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. സിനിമയുടെ ശരിക്കുള്ള ജോണർ എന്ന് പറഞ്ഞാൽ ഒരു കളർഫുൾ റോം കോം അല്ല, റോം കോം അല്ല, സറ്റയറാണ് ബേസിക്കലി. കോമഡിയാണ്, പക്ഷെ കളർഫുൾ പടം ആണല്ലേ. ഇപ്പം ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കാണ്, ഇപ്പൊ നമ്മൾ പഴയ കാലത്തെ ഹ്യൂമറും ഇപ്പൊ ധർമ്മജൻ എന്നാ പൈങ്കിളി മലയാളം ഇപ്പൊ ക്രിഞ്ചെന്ന് ഇപ്പൊ പഴയ കാലത്തെ ഹ്യൂമർ, ഇപ്പൊ ധർമ്മജൻ ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടൻ, നിങ്ങൾ എല്ലാവരെയും ഒരു എന്താ പറയുക ഒരു കോമൺ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമറാണ്. ഇപ്പം പഴയ കാലത്തെ ഇപ്പം പല ഹ്യൂമർ സെൻസുകളും ഇപ്പം കുറച്ച് വ്യത്യസ്തമാണ് അല്ലേ? അപ്പം എന്താണ് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം അന്നത്തെ ഹ്യൂമറൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഇത് ക്രിഞ്ചാന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ക്രിഞ്ചാന്നൊക്കെ പല ട്രെൻഡിങ് ആയിട്ടുള്ള റീലിലും കാര്യത്തിലും എല്ലാം കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? അതായത് ക്രിഞ്ചാന്ന് തോന്നുന്നു, ഇത് പറയുന്നതിൽ കാര്യമുണ്ടോ? ഹ്യൂമറിൽ ക്രിഞ്ച് ഒന്നുമില്ല. നമ്മൾ എത്ര ധർമ്മേട്ടം ചെയ്ത ഇവര് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഹ്യൂമർ നിങ്ങൾ സിദ്ദിഖ് ലാലിന്റെ പടങ്ങളായാലും അതിലൊന്നും ക്രിഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വല്ല പ്രണയത്തിലോ അങ്ങനെയുള്ള സീനുകളിലൊക്കെ ഹ്യൂമർ. വേറൊരു കാര്യം, ഇപ്പൊ ഒരു ഉത്സവപ്പറമ്പിൽ പോയിട്ട് മിമിക്രി അവതരിപ്പിച്ച് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്, ഭയങ്കര കുഴപ്പമാണ്. കാരണം ഈ വാട്സപ്പിൽ വന്ന അത്ര നല്ല കോമഡി ഒന്നും നമുക്ക് സ്റ്റേജിൽ ഇൻസ്റ്റാ റീലിലും ഒക്കെ വന്ന അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുതി പറഞ്ഞ കോമഡികൾ നമ്മൾ മൊബൈലിൽ കാണുകയാണ് എല്ലാവരും. അത് ഉത്സവപ്പറമ്പിൽ പോയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ ചുരുക്കം കുറേ ആർട്ടിസ്റ്റുകളാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് പുതിയ ആൾക്കാരുടെ മെച്ചൊന്നുമല്ല. അത് കാരണം ഏതാണ്ട് ഒരു 90s മുതൽ ഇവിടെ കോമഡി എന്ന് പറയുന്നത് കാസറ്റുകളായിട്ട് എല്ലാ ഫോമിലും എല്ലാ എക്സ്ട്രീം എത്തി. അതായത് കുഞ്ചൻ നമ്പ്യാർ മുതൽ VKN മുതൽ ഇവിടെയുള്ള എഴുതി നിന്ന് എല്ലാ ഹാസ്യ അമ്മനാണെങ്കിലും എല്ലാ സാഹിത്യകാരന്മാരും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഒരു കലാഭവന്റെ ഒരു യുഗം ഉണ്ടാവുന്നു. ആ യുഗത്തിൽ മാവേലുകുമ്പത്ത് അങ്ങനെയുള്ള സീഡികൾ ഉണ്ടാവുന്നു, അതിൽ മിമിക്രിക്കാരുടെ തമാശകൾ ഉണ്ടാവുന്നു, അതിൻ്റെ ഒപ്പം തന്നെ സീരിയൽ ഉണ്ടാവുന്നു, തമാശ സിനിമ ഉണ്ടാവുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ, ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ തമാശകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വലിയൊരു ലെഗസിയും ചരിത്രവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞവരാ. ആക്ച്വലി ഇപ്പോൾ തമിഴ്നാട്ടിലും നമ്മുടെ കപിൽ ശർമ്മയുടെ ഷോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് നാളായിട്ടുള്ളൂ. ഇവൻ അവിടെ നിന്ന് ആദ്യം വന്ന ആളാണ്, മിമിക്രിന്ന് വന്ന ആളാണ് ശിവകാർത്തികേയൻ. നമ്മുടെ ദിലീപേണ്ടയൊക്കെ പോലെ തന്നെ അത്രയും വർഷം മുമ്പ് ദിലീപേട്ടൻ വന്നെങ്കിൽ ഈ അടുത്ത് വന്നതാണ്. അത്രേ ആയിട്ടുള്ളൂ അവിടെയൊക്കെ. ഇവിടെ ഒരുവിധം കഴിഞ്ഞു. ആ കഴിഞ്ഞതിന്റെ പ്രബുദ്ധതയുണ്ട് തമാശക്ക്. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുന്ന തമാശകൾ തന്നെയാണ്, പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തു വെച്ച തമാശകളുടെ മുകളിൽ പോയെന്ന ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല. നമ്മളെ ഏറ്റവും മാക്സിമം തന്നെ തമാശ അതിൽ ഇപ്പൊ പറഞ്ഞില്ലേ ക്രിഞ്ചായിട്ട് പഴയ തമാശനെ കാണുന്നു എന്ന് പറയുന്നത്. എളുപ്പം അതാണ് ഇവർക്ക്. അതായത് ഒരു സാധനത്തിന് പഴയതാണെന്നും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് യോജിച്ചല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് എളുപ്പം, പുതിയത് ഉണ്ടാക്കാനാണ് പാട്. ചോട്ടാ മുമ്പേ ഒന്ന് ആലോചിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ഒരു മൊബൈലിൽ കണ്ടൊരു കോമഡിയാണ്. ഒരു ബസ് ഒരാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ട് ആ വീട് പകുതി പൊളിഞ്ഞു പോയി. ആ വീടിൻ്റെ അവിടെ ഒരു മുസ്ലിം ക്യാരക്ടറാണ് പുള്ളി, ബെൽറ്റൊക്കെ കെട്ടി ഇങ്ങനെ മുണ്ട കൊടുത്തിരിക്കുന്ന ഒരു ഇക്ക ഇങ്ങനെ ഇപ്പുണ്ട്. ബസ് ഇടിച്ച് പുള്ളിയുടെ വീട് പകുതി പൊളിഞ്ഞു. ആ ബസ്സിൻ്റെ പേര് SMS എന്നാണ്. വലിയ SMS എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. അപ്പോൾ ഇയാളുടെ കൗണ്ടറിൽ കൊടുത്തേക്കാണ്, മൊബൈൽ പോലും ഇത്ര വലിയ സമസ്യ
കോമഡി ഉണ്ടാക്കുന്ന ആൾക്കാരാ നമ്മൾ പറയുന്നതാണ്. ഞങ്ങളെല്ലാരും കോമഡി എഴുത്തുകാരും ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ അപൂർവത്തന്മാരുടെ കേസ് ഞാൻ പറയാം. ഞാൻ ഇതിലേക്ക് എന്ത് പറഞ്ഞാലും ഞാൻ അപൂർവത്തന്മാരിലേക്ക് വലിച്ചുകൊണ്ട് തന്നെ. അതായത് ഈ സിനിമയിൽ ഇപ്പൊ താൻ പറഞ്ഞ നമ്മളിപ്പോഴത്തെ തലമുറ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ പറയുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ നാളെ റീൽസിൽ വരും, ആ കണ്ടന്റ് പോവും, അങ്ങനെയുള്ള ഭയത്തിലാണ് നമ്മൾ ഓരോ എഴുത്തും എഴുതുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഓരോ ഏജ് കാറ്റഗറിക്കും പറ്റുന്ന തമാശകളിലുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ചിലത് നമുക്ക് ചിരിക്കാൻ പറ്റാറില്ല, ചിലത് ചിരിക്കാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് ഒട്ടും മനസ്സിലാവും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം വിട്ടിട്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും, എല്ലാ ഏജ് കാറ്റഗറിയുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു തമാശയുള്ള പടമായിരിക്കും അപൂർവം. അല്ല ഏട്ടാ? 100%. പിന്നെ ഈ ക്രിഞ്ച് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്രിഞ്ച് സോങ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സെറ്റിംഗ് അല്ല പടത്തിന്റെ സെറ്റിംഗ്. അതെ, കുറച്ചും കൂടി ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അതെ 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 ആ ഒരു സംഭവം നല്ല രസമായിരുന്നു. പൂപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരുന്നു. നല്ല ആൾക്കാര്, നല്ല ആൾക്കാരായിരുന്നു അവിടെയുള്ള ആൾക്കാർ. നമ്മൾ റൂം തേയിലക്കാടിന്റെ അടുക്കായിരുന്നു ഞങ്ങളുടെ ഹോട്ടല്. അത് ഭയങ്കര നല്ല. ഷില്ലേട്ടൻ ചോദിക്കണേ നമ്മൾ 4 പേരുടെ ഇടയിൽ ഒന്ന് പുഴുവടിച്ചിങ്ങനെ പൊക്കോട്ടെ, കുറെ നേരം പോസ്റ്റാണ് ഒന്നും ഇങ്ങനെ പൊക്കോട്ടെ. അല്ല, ഈ സിനിമയിലെ സിറ്റുവേഷനുകളുണ്ട് ഹ്യൂമറിനുള്ള. അതാണ് എപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ചിരി കൊണ്ടുവരുന്നത്. ബാക്കി വെർബലി ഉള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. അതെപ്പോഴും കേൾക്കണമെന്നില്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു എലമെന്റ് എന്താന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അതാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ ഐഡിയ. അത് തന്നെ ഭയങ്കര ഹ്യൂമറസ് ആണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് ഇതിൽ ഹ്യൂമർ വർക്കാണ്. ലാലിച്ചായൻ, അശോക് ചേട്ടൻ എടുത്തു പറയേണ്ട 2 ആർട്ടിസ്റ്റുകളാണ്. സജിൻ ചെറുകയിലും കൂടെ അല്ല, ഞങ്ങളുടെ ഒരു ഭാഗ്യം സജിൻ ചെറുകയിൽ പോലെയുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള, അതായത് തമാശയെ വളരെ ഗൗരവത്തോടെ കാണുന്ന സജിൻ ചെറുകയിലെ പോലെ ആള് ഞങ്ങളോട് അഭിനയിച്ചാണ്. അല്ലേടാ? തമാശയെ ഗൗരവത്തോടെ കാണുന്നു. സജിൻ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ചേട്ടൻ ചെയ്തിട്ടുള്ള റോൾസ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഹ്യൂമറസ് എലിമെന്റ് ആയിട്ടുള്ള റോൾസുകളാണ് കൂടുതലും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ചേട്ടന് ഇതാണോ കൂടുതലായിട്ട് റിയൽ ലൈഫിൽ കോമഡി പറയുന്ന ഒരാളാണോ, അതോ എങ്ങനെയാണ്? അത് കുറച്ചും കൂടെ സഹായിക്കുന്നുണ്ടോ, അതോ എങ്ങനെയാണ് പൊതുവെ റിയൽ ലൈഫിൽ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഫാനാണ്. ഇപ്പൊ ധർമ്മേട്ടൻ ഇവരുടെ എഴുതിയ സ്ക്രിപ്റ്റുകളിലൊക്കെ ഭയങ്കര ഫാനാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള, ഞാൻ തമാശ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ബിബിനും വിഷ്ണു ഉണ്ട് എന്നുള്ളത്, ആ ഒരു അവസരം അവരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ സിനിമയ്ക്ക് വരാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. ഞാൻ ഭയങ്കരമായിട്ട് തമാശനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. കൂടുതലും അങ്ങനത്തെ റോൾസ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. റോളിലേക്ക് വരുമ്പോൾ നമ്മൾ പല റോളുകളും ആഗ്രഹിക്കും, മാറ്റി ചെയ്യണമെന്ന് തോന്നും. പക്ഷെ തമാശ എപ്പോഴും നമ്മൾ എന്തൊക്കെ റോള് അവസരം കിട്ടിയാലും റോള് പുള്ളിയും മറ്റേ കർണൻ തന്നെയാണ്. കർണനാണ് നമ്മുടെ ഡ്രീം റോള്. ഇല്ല, അതിന്റെ ഇടയിൽ ഒരു ദിവസം രാത്രി 11 മണിക്ക് വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കടമറ്റത്ത് കത്തനാരി ചെയ്യണം. ചേട്ടാ ഇപ്പൊ 11 മണിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. 11:30 ആയിരുന്നു. ഒരു 11 മണിക്ക് വിളിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ധർമ്മേട്ടനോട് പറഞ്ഞിട്ട് ഞാനത് റെഡി. ഇപ്പം ബിബിൻ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഹ്യൂമറാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇപ്പം ഓരോ കാലഘട്ടത്തും ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ ആ ജനറേഷനുള്ള ആൾക്കാരാണല്ലോ കൂടുതലായിട്ട് അത് ഏറ്റുവാങ്ങുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു ഹ്യൂമറൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഇപ്പൊ നിങ്ങൾ റൈറ്റേഴ്സും കൂടെ ആണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു എഴുതുമ്പം ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് എപ്പോഴും തോന്നുള്ളൂ. നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്സ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അങ്ങനത്തെ ഒരു കാലഘട്ടത്താണല്ലോ നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പം ഇറങ്ങുന്നതെന്നും പറഞ്ഞാലും അപ്പം നിങ്ങളൊരു ആസ് എ റൈറ്റർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം എന്തെങ്കിലും അതൊരു ക്രിയേറ്റിവിറ്റി അത് ബാധിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതോ ക്രിയേറ്റിവിറ്റി നമ്മൾ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആസ് എ റൈറ്റർ? നമ്മൾ ഫോം ആയിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി അതുമൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഓരോ സിനിമകൾ എഴുതുമ്പോഴും ഇത് നമ്മളിപ്പം ഇത് വേറെ ആരോടെങ്കിലും നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാറുണ്ടോ? അതോ നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണോ ഒരു ഡ്യൂ ആയിട്ട് തന്നെ? ഞങ്ങൾ പല അഭിപ്രായങ്ങളും എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു ഫുൾ തീർന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു ആദ്യം, പക്ഷേ കുഞ്ഞുനാൾ പോലുള്ള കൂട്ടുകാരാണ് അതിൽ. ആ ഗ്രൂപ്പിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ദിവസം മൊത്തം ആ ഗ്രൂപ്പിലെ കാരണവരാണ് ഇരിക്കുന്നത്. അതെ. ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഞാനന്ന് ഇവര് ആദ്യത്തെ 2 സിനിമകളൊന്നും ഇറങ്ങുമ്പോൾ ഞാൻ സിനിമയിലില്ല. അന്ന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പൊ ആ ലെൻസ് ഇട്ടിട്ട് ഞാൻ നോക്കാറുണ്ട് സിനിമകളെ. ആ
ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചർച്ച നടക്കും. നടക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പഴയ സിനിമകളെ നമ്മൾ വിട്ടു, ഇനി അത് വേണ്ട, കാരണം അത് ചെയ്തു കഴിഞ്ഞു. ഇനി പുതിയ സിനിമകളുടെ തമാശയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് ഞങ്ങളൊക്കെ കുറെ പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവരുടെ സിനിമകളിൽ അങ്ങനെ ഒരു സംഭവം കണ്ടെത്താൻ പറ്റില്ല. ഇനിയിപ്പോ കാണുമ്പോ എന്തെങ്കിലും അവിടെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡബിൾ മീനിങ് ഉപയോഗിക്കലില്ല. അല്ല, ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞ തന്നെ കാര്യത്തിലാണ്. ഞാനും പിഷാരടി കൂടി ചെയ്ത TV പ്രോഗ്രാമുകളിൽ, സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഒരിക്കലും ഒരാളുടെ അംഗവൈകല്യം, അത് അത് ഇതൊന്നുമില്ല. സ്ത്രീകളുടെ വേഷം ഇഷ്ടം പോലെ ഞാനും അവനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വൾഗറായിട്ട് സ്ത്രീകളെ ചിത്രീകരിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇവർ സിനിമ ചെയ്തപ്പോൾ ചെയ്തേക്കണത്. ഇവരുടെ സിനിമയിലും വൾഗാരിറ്റി ഉള്ള ഒരു സംഭവം പോലും ഇല്ല. അത് സജിമുറ സംസാരിച്ചു. അപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ ആദ്യ സിനിമയിലൊക്കെ ബോധപൂർവം നമുക്ക് ഒരു ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും ഒരു നെറ്റി ഒളിയണ ഒരു സാധനം വരരുത്. അല്ല, അത് മാത്രമല്ല, അതില് ഒരു ഒരു മോഡേൺ പെൺകുട്ടിയായിട്ട് ഒരു ഉണ്ടായിരുന്നില്ല, അതാരാ ചെയ്തത് നിങ്ങളുടെ കട്ടപ്പനയില് പ്രയാഗ ചെയ്ത റോൾ ഉണ്ടല്ലോ. സാധാരണ മറ്റേ നായക ഒരു നാടൻ പെൺകുട്ടിയാണ്, അതിന്റെ അപ്പുറത്ത് ഒരു മോഡേൺ പെൺകുട്ടി ഉണ്ട് സിനിമയിൽ. സാധാരണ ഒരു ട്രെൻഡ് ഉണ്ട്, ഈ മോഡേൺ പെൺകുട്ടി അത്രയും നീറ്റ് അല്ലാന്ന് ക്ലൈമാക്സോട് അങ്ങനെ ഒരു സംഭവം അതൊന്നുമില്ല. പ്രയാഗ വളരെ നല്ലൊരു സുഹൃത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു പെൺകുട്ടീനെയാണ്. 3 കാറ്റഗറി ഉണ്ടായില്ല, 3 പെൺകുട്ടികളെയാണ് കട്ടപ്പനയിൽ കാണിച്ചിരിക്കുന്നത്. 3 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന സ്വാസികയുടെ ക്യാരക്ടറും ഒരു ആണ തേക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ഉപേക്ഷിക്കുന്ന അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്. എന്നാൽ കുഞ്ഞുനാൾ മുതൽ ഇവനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു വൺ സൈഡ് ലവിൻ്റെ മാത്രമുള്ളവരുണ്ട്. മറ്റേത് ഒരാണിനെ സുഹൃത്തായിട്ടും കാണാൻ പറ്റുന്ന കണ്ണുള്ള വേറൊരു പെൺകുട്ടിയുണ്ട്. അത് 3 ലെയറാണത്. ഇവളൊരു മോശക്കാരിയായിട്ട് കാണിക്കാന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു. ഒരിക്കലും അങ്ങനെയല്ല. കൂടിയാണ് പറയാൻ. ഇത് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ഓ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അല്ല, എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളുടെ ഒരു ധാരണ. പടം അവസാനിക്കുമ്പോ നമുക്ക് പ്രയാഗനോടും ധർമ്മേട്ടാ, ഷില്ലേട്ടൻ ചോദിച്ചേ ഇതീ കൂടി ഇങ്ങനെ നാടൻ പാട്ട് പാടി പോട്ടേന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിക്കും പ്ലീസ്. ഇപ്പം ബിബിൻ ചേട്ടനും ഏകദേശം എന്താ പറയാ കോസ്റ്റ്യൂം സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇത്രയും എന്താ നമ്മൾ ഇവരെ എത്രയും ഇത് ചെറിയ ദേഷ്യമുണ്ടോ? ഞങ്ങള് യമണ്ടൻ പ്രേമകഥയിൽ എഴുതിയ ഒരു സാധനം ഭയങ്കര ഹിറ്റാല്ലോ. സുമേഷിന്റെ കടയിൽ നിന്നാണ് പറഞ്ഞില്ല തെണ്ടി. അത് തന്നെ സുമേഷിന്റെ കടയിൽ നിന്നാണ് പറഞ്ഞില്ല തെണ്ടി. എന്ത് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളിത് റോംകോം ചിത്രമെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. ഇതൊരു റോംകോം തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂം പോലെ തോന്നുന്നു. അതുകൊണ്ടല്ല സ്റ്റുഡിയോയിൽ ഇപ്പൊ ഫുൾ അങ്ങനത്തെ കളക്ഷൻ ഉള്ളൂ. എന്റെ സ്റ്റുഡിയോ അല്ലോ കേട്ടോ. ഈ എന്താണ് ഇപ്പൊ റോംകോം അതൊക്കെ മാറ്റിട്ട് ചോദിച്ചപ്പോ തെറ്റെന്നോട് റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ മാറ്റിട്ട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമല്ലേ നമ്മുടെ അപൂർവപുത്രന്മാരെന്ന് പറഞ്ഞത്. റോംകോം ആ ഒരു ക്രിഞ്ച് സോങ് ഒക്കെ അതിനകത്ത് അല്ല, റൊമാൻറ്റിക് അല്ലടോ, അത് റോംകോം അല്ല. ആ സോങ് ഉണ്ടെന്നുള്ളൂ. ഇതിൽ ശരിക്കും ഒരു അപ്പനും മകനും മക്കളും തമ്മിലുള്ള മെയിൻ ഇതാണ്, സ്നേഹത്തിന്റെ കഥയാണ്. ആ അപ്പന്റെയും ഈ മക്കളുടെയും കഥയുടെ ഇടയിൽ വരുന്ന ഒരു അപൂർവമായ ഒരു ഐറ്റം ഉണ്ട്, അപൂർവമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ആ ഇൻസിഡന്റിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ആ അപൂർവമായ കാഴ്ച എന്താണെന്നുള്ളതാണ് സിനിമ. അത് തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ മുത്തിൽ കോർത്ത് ഞങ്ങളിങ്ങനെ മാലയാക്കിയേക്കും. അപ്പം ചേട്ടന്റെ ഇതിനകത്തെ കഥാപാത്രത്തിന് ഹ്യൂമർ എലിമെന്റ് ഉള്ളതാണ്. വേറെ കാര്യമുണ്ട് മോളെ, ഈ ഷിനിലിനെ പറ്റി നമ്മുടെ സുധീർ പറവൂർ എന്ന് പറഞ്ഞൊരു കലാകാരൻ പാട്ട്, നമ്മുടെ ക്ലിഞ്ഞോ തത്ത സുധീരേട്ടൻ ആ പാട്ടൊന്ന് പാടേ. ഏതാ? സുധീർ ഞണ്ട് കൊണ്ടുവരുമ്പോ അതെങ്ങനെയാണ്? ഞണ്ട് വരണുണ്ട് പാട്ട് പാടാൻ ഞണ്ട് കൊണ്ട് വരണുണ്ട് കണ്ടോ ഷിനിലേ ഷിനിലേ ചിറ്റൂർ ഷിനിലേ. ഇതാണ് ആ ചിറ്റൂർ ഷിനിൽ. അതാണ് ഷിനിലേട്ടനെ. പുള്ളി നമ്മളെ ഗുരുക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടും, ഞാൻ കലാഭവനിലാണ് മധുസാറിൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്, മധുസാറും ബെന്നി സാറിനും. പക്ഷെ അതിനു മുമ്പ് ഞാൻ ദക്ഷിണ വെച്ച മിമിക്രിയിൽ ഞാൻ ദക്ഷിണ വെച്ച, അതായത് കോതാട് എൻ്റെ അമ്മച്ചിയുടെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് വെക്കേഷന് റിസൾട്ട് വന്നിട്ടില്ല,
ഞാൻ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബ്രദറുണ്ട് നിതിൻ. അവൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു മിമിക്രി മാഷുണ്ട്, ഭയങ്കര മിമിക്രിക്കാരനാണ്, ചിറ്റൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറിയിട്ട് ഒരു വൈകുന്നേരം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുക. അവിടെ ചെന്നപ്പോൾ പുള്ളി ട്രൂപ്പിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ദക്ഷിണ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് തൊട്ട് തുടങ്ങിയിട്ട് അങ്ങനെ അന്ന് വലിയ കാര്യത്തിൽ അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ വരാൻ പറഞ്ഞിട്ട് അന്നത്തെ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്കൊന്നും പറ്റാതെ ഞാൻ പോയില്ല. പക്ഷേ എൻ്റെ ലിറ്ററലി എൻ്റെ ആദ്യത്തെ ഗുരു, മിമിക്രിയിലൊരു ഗുരു ഉണ്ടെങ്കിൽ അത് ഷില്ലേട്ടനാണ്. അതോടുകൂടി ഞാൻ നിർത്തി. കാരണം ഒരു 3-4 ശബ്ദം ബിബി അനുകരിച്ച് നമ്മൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടൊരു എൻ്റെ ഗുരു ഇറങ്ങി പോയേക്കാം. ഗുരു മാത്രം ആ ഗുരു പോയിട്ടേ. അപ്പൊ നിങ്ങള് മിമിക്രിയുടെ ഗുരു എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ആരുടെങ്കിലും ഒന്ന് ഒരു പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ബിബി മിഷൻ നന്നായിട്ട് പെർഫോം ഞങ്ങള് പരിപാടി നിർത്തി. ഞങ്ങള് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും നമുക്ക് ബിജുക്കുട്ടനെ കേൾക്കാം. ചോട്ടാ മൊബൈൽ ബിജുക്കുട്ടൻ. ചോട്ടാ മൊബൈൽ ഏട്ടാ പോത്തന്നോ. അതെന്താന്ന് അറിയാമോ, പുള്ളി വേറൊരു ആർട്ടിസ്റ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോട്ടാ മുംബൈ പറഞ്ഞ ആക്ച്വലി ഡയലോഗ് വേറെ. പോത്തൻ മൊബൈൽ ബിജുക്കുട്ടൻ എൻ്റെ കൈ കൊണ്ട് ഇതൊന്നും ഉണ്ടല്ലോ ഏട്ടാ. അല്ലെങ്കിൽ ബാലേന്ദ്രൻ തന്നെ വേണോ? ബാലേന്ദ്രന് പിടിക്കാം. എപ്പോഴും പഴയതാണ് ബാലേന്ദ്രൻ വെച്ചത്. എടാ എനിക്ക് തൃപ്തിയായി. എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ഈ അപൂർവ പുത്രന്മാർ, അത് നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നെ, എന്ത് പെർഫോമൻസാണ് നമ്മുടെ പിള്ളേർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണണം. അമ്മയാണ്, സത്യമായിട്ടും നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് ഹിന്ദിക്കാരൻ വരെ കൈയടിച്ചെന്ന് ബിബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ, അതേതായാലും കൊള്ളായിരുന്നു. ഗുരു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇത്രയും തന്നെ. ധർമ്മജൻ ചേട്ടൻ എങ്ങനെ തോന്നുന്നു? ഇത് എങ്ങനെ തോന്നുന്നു? ചേട്ടൻ മിമിക്രിയുടെ ഒക്കെ ഒരു ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന താരങ്ങളെ അനുകരിച്ച് വന്ന ആളല്ല. കോമഡി സ്കിറ്റുകൾ ചെയ്യുമായിരുന്നു പണ്ട്. പക്ഷെ നമ്മളെക്കാട്ടി മുമ്പിൽ വേറെ ടീമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തിക്കളഞ്ഞു. പണ്ട് കരമനരാധൻ, പപ്പു, അത് ഇതൊക്കെ ചേർന്നു. ഞങ്ങളെ എന്താ കാര്യം എന്ന് അറിയാമോ, നമ്മളെ കളിയാക്കും. ഈ ദേമാവേലി കുമ്പത്ത് എഴുതാനിരിക്കുമല്ലോ, അപ്പോൾ ഒരു ഹോട്ടലിലായിരിക്കും എഴുതാനിരിക്കുന്നത്. അപ്പോൾ അതിന് ആദർശങ്ങളുടെ അടുത്ത് കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പറ്റാത്ത കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാനുള്ള പൈസ ഇല്ല പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. ഏലൂർ ജോർജ് ചേട്ടനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ പുള്ളിക്ക് എനിക്ക് തോന്നുന്നൊരു ബസ് വാങ്ങാനുള്ള കാശുണ്ടോ. അത്രയും ഈ ചെളി കോമഡി പറഞ്ഞിട്ടേ ചില്ലറ പൈസ കൊടുക്കും. ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള ഏലൂർ ജോർജ് ചേട്ടനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, അതിലുള്ള സാധ്യതകളാണ്. അത് ആ ഹ്യൂമറിന് ഭയങ്കര സാധ്യതകളാണ്. എന്താ മാവലുമ്പത്തേക്ക് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചർച്ചയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഈ പറയണത് ഈ കോമഡിക്ക് വേണ്ടി നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലതല്ല, ഒരു 80% ചളിയാവുള്ള റെക്കോർഡ് ചെയ്യും. നമ്മൾ റെക്കോർഡ് ചെയ്യും, ടേപ്പ് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് പിന്നീട് ചിലപ്പോൾ അത് കുറച്ച് നല്ല സാധനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ധർമ്മജൻ ചേട്ടാ, ചേട്ടൻ ഇപ്പം കൂടുതലും ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റോൾസ് എന്ന് പറഞ്ഞാൽ നർമ്മം കലർന്ന ക്യാരക്ടേഴ്സാണ് കൂടുതലായിട്ടും പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പഴയ കാലത്തെ, അതായത് 80s 90s ആ സമയത്തൊക്കെ നർമ്മം ആ ഒരു കാറ്റഗറി പെടുന്ന റോൾസ് ചെയ്തിട്ടുള്ള കലാകാരന്മാർ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ കൂടുതലും ക്യാരക്ടർ റോൾസ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നെഗറ്റീവ് ഷെയ്ഡ്, ഹ്യൂമറിൽ മാത്രം ഒതുങ്ങാതെ വേറെ പല ക്യാരക്ടേഴ്സും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ധർമ്മജൻ ചേട്ടൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ റോളിലോട്ട് സ്വിച്ച് ചെയ്യണം, സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു അനിവാര്യത ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. 1-2 സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വലിയ വിജയമായില്ല. ഈ മോളൊരു സിനിമ എടുത്തിട്ട് നല്ലൊരു വേഷം എനിക്ക് തന്ന പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്.
അതിൽ ഇങ്ങനെ വേഷം നല്ലതെന്ന് പറയുന്നു. IFFK-ല് IFFK-ല് നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണത്. അപ്പൊ അതില് ഗംഭീര പെർഫോമൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അത് IFFK-ല് വന്നു. അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ. അപ്പൊ ആ തൊട്ടടുത്ത് എന്തോ ധർമ്മേട്ടൻ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വിവാദമായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാം, അവിടെ ധർമ്മേട്ടനോട് എനിക്കാണ് വലിയ താല്പര്യമില്ലാതെ എൻ്റെ അടുത്ത് ഒരാള് പറഞ്ഞ ആള് പടം കാണാനുണ്ടായിരുന്നു. പടം കഴിഞ്ഞപ്പോ പക്ഷെ അവൻ പൊളിച്ചിട്ടോന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് തമാശയാന്ന് വിചാരിച്ചു, വീണ്ടും കോമഡിയാണ്. അല്ല അല്ലേ? ഇല്ലില്ല, അല്ല ധർമ്മേട്ടൻ നല്ല നടനാണ്, ഇനിയും വലിയ ക്യാരക്ടറുകൾ ചെയ്യും. പക്ഷെ അനുസരണ വേണം. അനുസരണ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഈ പറഞ്ഞ വലിയ വലിയ വേഷങ്ങൾ ഇനിയും ചെയ്യും. നീ പറഞ്ഞിട്ട് കഴിഞ്ഞാല് ഞാനും സംവിധായകനെ അനുസരിക്കില്ലെന്ന് വിചാരിക്കോട്ടാ. ഇല്ലില്ല, അച്ചടക്കോ നീയൊക്കെ പറഞ്ഞ അനുസരിക്കാറുള്ള ആളാണ്. ഇല്ലില്ല, ഞാനും പുള്ളി മറക്കാതെ. ധർമ്മജൻ ചേട്ടൻ എപ്പോഴെങ്കിലും ഈ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ സിനിമയിലുള്ള ചേട്ടന്റെ ഇമേജിനെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളാണ്. അതിന്റെ പേരിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പുള്ളി പ്രതികരിക്കണേൽ പ്രതികരിച്ച് ഞാൻ ഒരു നിയമസഭാ ഇലക്ഷന് മത്സരിച്ച ആളാണ്. ഈ എല്ലാ കാര്യങ്ങളോടും ഞാൻ പ്രതികരിക്കാറില്ല. പക്ഷെ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ട് വേണ്ടത്ര പ്രതികരണം തിരിച്ചു കിട്ടാറില്ലാത്തതുകൊണ്ട് പ്രതികരണം നിർത്തിക്കളഞ്ഞു. ഇതിനെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താ പറയാമോ, ചില കാര്യങ്ങൾ നമുക്ക് ഈ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ അമ്മ സംഘടന, ഞാൻ ചെറിയൊരു വിവാദം ഉണ്ടായിക്കോട്ടെ. ചേട്ടാ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആർക്കൊക്കെയോ വേണ്ടി ഇരിക്കുന്ന ഈ പാവം കുഞ്ഞിനെ വെറുതെ പറഞ്ഞേ എന്നാ വേണ്ട, ഇട്ട് കളഞ്ഞു. പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ഒരാളെ കൊലക്ക് കൊടുക്കാൻ പോവാ. നമ്മളിപ്പം ഇപ്പൊ ലൈംലൈറ്റ് നിൽക്കുന്ന ഏതൊരു മേഖല ആയിക്കോട്ടെ, അതിനകത്ത് കോൺട്രവേഴ്സീസ് എന്താണെങ്കിലും അത് വളരെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം പല എന്താ പറയുക, ഒരു കോമൻസ് ആണെങ്കിലും പല അഭിമുഖങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിന് നിങ്ങളുടെ പ്രതികരണം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പം അതിൻ്റെ ഒരു അനിവാര്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഞാൻ ഇതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മലയാളം സിനിമയുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് എനിക്കിതിനെ പ്രതികരിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് അനിവാര്യം? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എല്ലാ ദിവസവും പ്രതികരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വിഷയമുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. കാരണം വളരെ അത്യാവശ്യമുള്ള നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങള് 3 പേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു 4 അശ്ലീലേട്ടനും എഴുതും. അങ്ങനെ നോക്കുമ്പോൾ 4 പേരും അത്യാവശ്യം എഴുതുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രതികരണങ്ങളും നമ്മളുടെ റിഫ്ലക്ഷനൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിലൂടെയും സിനിമയിലൂടെയും പറയുക എന്നുള്ളതാണ്. കാരണം ഈ പ്രതികരിച്ചെന്ന് വിചാരിച്ചോ, ഒരാഴ്ചയിൽ കൂടുതൽ ഇത് നിൽക്കുന്നില്ലല്ലോ. ആ സമയത്ത് എന്ത് കാര്യം വീണ്ടും അടുത്ത പ്രശ്നമായി, വീണ്ടും അടുത്ത് ഇത് തന്നെ. എന്താ ഈ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുക എന്നുള്ളതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഈ മൊബൈലൊക്കെ വന്നേക്ക് മുമ്പ് നമ്മൾ കുളയിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ കുളയുടെ തൊട്ടടുത്ത് ഒരു കേരള ടൈംസ് എന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു. അവിടെ വെറുതെ ആണെങ്കിലും റോഡ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറിയ കുറിപ്പുകൾ പണ്ടേ പ്രതികരിക്കും. പിന്നെ ഈ പ്രതികരണം ഈ എടുക്കൂല. നമ്മൾ ചെറിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കാറുള്ളൂ. ഞാനങ്ങനെ വലിയ സ്ഥലത്ത് പോയിട്ട് വലിയ പ്രതികരണം ചെയ്തിട്ട് ചെറുതായി പോയിട്ടു. അതുകൊണ്ട് പിന്നെ പ്രതികരണം നിർത്തിക്കളഞ്ഞു. നല്ല കാര്യം, വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള പഠിച്ച് കറക്റ്റ്, അല്ലാണ്ട് വെറുതെ പോയി പറഞ്ഞൊന്നുമല്ല, വെറുതെ വായിരം നാക്കൊണ്ട് പറഞ്ഞൊന്നുമല്ല, കറക്റ്റ് പഠിച്ചിട്ട് ആണ് പറഞ്ഞത്. ഇങ്ങനെ 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 കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്തില്ല. അപ്പം എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അവരുടെ രാഷ്ട്രീയം വേറെയാണ്, എന്നെ കൊച്ചായിട്ട് കാണുന്നു, നമ്മുടെ വാക്ക് വിലക്കെടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ആ സംഭവം വിട്ടു. ഓക്കെ ഓക്കെ. അപ്പം നമ്മളിപ്പം റൈറ്റിങ്സിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും, ബോബി ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും റൈറ്റേഴ്സായിട്ടാണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് മലയാളം സിനിമയിൽ തന്നെ. ബോബി സഞ്ജയ് ആണെങ്കിലും ഇപ്പം ഒരു ഡുവോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം വരുന്ന ആ സമയത്ത് ഏതെങ്കിലും ആളെ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് ഒരു ഡുവോയെ നിങ്ങൾ
കണ്ടിട്ടുണ്ടോ? ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ മൗനഗുരു എപ്പോഴും സിദ്ദിഖ് ലാൽ സാർ തന്നെയാണ്. അവരുടെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവരുടെ ടെംപ്ലേറ്റ്സ് ഉള്ള കഥകൾ തന്നെയാണ് ഞങ്ങൾ. അതായത് നന്നായി ചിരിപ്പിക്കുക, എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു നനയിക്കുക, വീണ്ടും ചിരിപ്പിച്ചുകൊണ്ട് ആ സിനിമ അവസാനിക്കുക. അവരുടെ സിനിമ കാണാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ക്രൗഡ്, അത് കഴിഞ്ഞാൽ റാഫി മെക്കാട്ടിൻ എന്ന് പറയുന്ന ആദ്യം ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത് തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് ഈയിടെ ഭയങ്കര കൊതി വന്നു പോയ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, ഈ ടൂറിസ്റ്റ് ഫാമിലിയിലെ പാറ്റേൺ, അത് ഒന്ന് ഇവിടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന ഐറ്റമാണ്. അതായത് ചിരി കരച്ചിൽ, ചിരി കരച്ചിൽ, ചിരി കരച്ചിൽ. ഇതിൻ്റെ ഇടയിൽ ഈ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകൻ ഇനി അടുത്തത് എന്താണ് വരാൻ പോണേന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതും അങ്ങനെ നോക്കുമ്പോൾ മികച്ചൊരു സസ്പെൻസ് ആണ്. അതിനെന്താ ചേട്ടൻ എല്ലാം കരിമീനും ചാളയും ഈ പടത്തിലെന്ന് പറഞ്ഞ് കമ്പോള നിലവാരം മുഴുവൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതിന്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ പ്രിയദർശന്റെ പോലെ കുഴപ്പട്ടോ. ഇപ്പൊ നമ്മുടെ അപൂർവ പുത്രന്മാരുടെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ്, രജിത്തും ശ്രീജിത്തും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഡ്യൂ ആയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? അതായത് വരുമ്പം ഇങ്ങനെ രണ്ടുമായിട്ട് ഞങ്ങളുടെ പോലെ തമ്മിൽ തല്ലാണ്ട് കണ്ണി കണ്ടുകൂടാണ്ടിരുന്നാ മതി. വിഷ്ണുചേട്ടൻ എന്തെങ്കിലും ട്രിപ്പ് കൊടുക്കാനുണ്ടോ? ടിപ്പ് കൊടുക്കാനായിട്ട് ഇപ്പോൾ എന്താണ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേരം എന്തെങ്കിലും പറയാം. അല്ലാതെ പ്ലാൻ ചെയ്ത് വെച്ച് ഇങ്ങനെ വന്നവർക്ക് ഇന്ന ഉപദേശം കൊടുത്തേക്കാന്നുള്ള അങ്ങനെ ഒന്നും ഇല്ലത്. സച്ചിൻ ചേട്ടന് കൊടുക്കാനുണ്ടാവും അല്ലേ? ഇത് പറഞ്ഞ തന്നെ തമ്മിൽ ഓക്കെ, അപ്പം നമ്മള് ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഫൈനൽ എനിക്കൊരു സജിൻ ബ്രോയോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് ചോദിച്ചിരുന്നത്, സജിൻ ബ്രോ ഇപ്പോ ഞങ്ങളുടെ ഒരു രീതിയിലുള്ള തമാശകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് ഹ്യൂമർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗിരീഷ് ഷെഡിയുടെ പോലത്തെ, നസ്ലീൻ ഉണ്ടായിരുന്ന അങ്ങനെ അതാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? അല്ല, എനിക്ക് ഗിരീഷ് ഷെഡി നിങ്ങളെക്കാൾ എന്തെങ്കിലും വ്യത്യസ്ത, നിങ്ങളും അങ്ങനെ ഹ്യൂമർ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഗിരീഷും അതുപോലത്തെ കുറച്ച് സ്ലാപ് സ്റ്റിക് പരിപാടി ഉണ്ടാക്കുന്ന ആൾക്കാർ. എനിക്ക് ഒരു തരത്തിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മാത്രമല്ല, എനിക്ക് ഇവരുടെ കൂടെ അതെ മാത്രമല്ല ധർമ്മേട്ടനായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ പടത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവരെ ആദ്യമായിട്ടാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നമ്മള് കാലങ്ങളായിട്ട് ആൾക്കാരെ പോലെയാണ് നമ്മള്. ഞങ്ങൾ ആദ്യം കാണുന്നതിന് ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ജോയിന്റ് ആവും. ചില ആൾക്കാർക്ക് അത് ജോയിന്റ് എന്ന് പറഞ്ഞാല് വേറെ ജോയിന്റ് ഒന്നല്ലേ, ഈ പുള്ളി ഞങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്നു. ഈ ഹ്യൂമർ സെൻസ് തമാശ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും പെട്ടെന്ന് ജെല്ലാവാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഹ്യൂമർ ആയതുകൊണ്ട് പെട്ടെന്ന് ജെല്ലാവാൻ പറ്റിയായിരുന്നില്ല? ഹ്യൂമർ ഒന്നുമില്ല, അത്യാവശ്യം സീരിയസ് ആണ്. ആണോ? അപ്പൊ സെറ്റില് സംഭവിച്ചിട്ടുള്ള ഇയാള് സീരിയസ് ഹ്യൂമർ ആണെന്നൊക്കെ ഉള്ളു. ജീവിതത്തിൽ എല്ലാരും വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ധർമ്മജൻ ചേട്ടൻ പക്ഷെ റിയൽ ലൈഫിലും കുറച്ച് നർമ്മമൊക്കെ ഉള്ള ഒരാളല്ലേ? ഹ്യൂമർ നർമ്മം ഇല്ല, റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്നാണ് പറയപ്പെടുന്നത്. എന്റെ വീട്ടിലാണെങ്കിലും എന്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഉടനെ പിള്ളേരെ അത് മാറ്റിക്കളയും. അല്ല, ധർമ്മേട്ടൻ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോ നമുക്ക് അതിലൊരു തമാശ ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആക്ടർ കുറെ നമ്മുടെ കുറെ സംശയങ്ങൾ ചോദിച്ചു, ഒരു ക്രൗഡിന്റെ കുറെ സംശയങ്ങൾ ചോദിച്ചു. അവസാനം ഫസ്റ്റ് പുള്ളിയുടെ ക്ലോസ് ആണെന്നോണ്ട് പോകുന്നത്, അവസാനം പുള്ളി തെറ്റിച്ചു. ഇതിനാണ് അത്ര സംശയം ചോദിച്ചത്. കുറെ പേർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സെറ്റില് കണ്ടിട്ടുള്ളതാണ്. ഈ തലേദിവസം വന്ന് ഭയങ്കരമായിട്ട് എൻ്റെ റോൾ എന്താണ്, സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് സ്ക്രിപ്റ്റ് തലേദിവസം കൊണ്ട് പഠിക്കും. റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് പഠിച്ച് കാണാപ്പാടം പഠിച്ച് ഇങ്ങോട്ട് എല്ലാം മനപ്പാടമൊക്കെ വരും. ലൊക്കേഷനിൽ വരുന്നിടത്ത് ഡയറക്ടർ എടുത്തിട്ട് അതിൽ നിന്ന് രണ്ടുപേര് എട്ടിക്കളയും.
ഇയാൾ എന്ത് ചെയ്താലും മറ്റേത് പറയുള്ളൂ. ഈ ഇടയിൽ വെട്ടി കളഞ്ഞത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവില്ല. ഡയറക്ടർ വെട്ടിയിട്ടുണ്ടാവും, പക്ഷെ പുള്ളിയുടെ മനസ്സിൽ നിന്ന് വെട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുഴപ്പമുണ്ട് ഇല്ലേ? അതെ. അപ്പൊ അതിലൊക്കെ രോഷം പ്രകടിപ്പിക്കും ധർമ്മേട്ടൻ. അപ്പൊ നമുക്ക് ചിരി വരും സ്വാഭാവികമായിട്ടും. പുള്ളി ഡെലിവറി ചെയ്യണത് അങ്ങനെയാണ്. പഠിക്കൂല, ഞാൻ സ്ക്രിപ്റ്റ് ഫുള്ള് പഠിക്കൂല. എന്താണ് കണ്ടന്റ് എന്ന് നോക്കിയാൽ ഞാൻ ചോദിക്കും, ഇങ്ങനെ പറഞ്ഞ അപ്പൊ ചേട്ടൻ ഡെലിവറി ചെയ്യുന്ന പലതും ആ സ്പോട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ റാൻഡം ആയിട്ട് ആ സമയത്താണോ എല്ലാം കൂടുതൽ? നമ്മള് അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ആകണത്. നമുക്ക് അവര് തരുന്ന ഒരു സാധനം നമ്മൾ എന്തെങ്കിലും കൂടി ഇംപ്രവൈസ് ചെയ്യുക. ഇംപ്രവൈസ് ചെയ്യുക, അതാണല്ലോ നമ്മുടെ പണി. അല്ലാണ്ട് ഭയങ്കര കഴിവൊന്നുമല്ല അത്. നമുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, നമുക്ക് തരുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും കൂടി കൂടി. ഇപ്പം നമ്മുടെ ചിത്രത്തിന്റെ പേര് അപൂർവ പുത്രന്മാരെന്നാണ്. അപ്പൊ നിങ്ങൾ 5 പേരോടും ചോദിക്കാൻ ആഗ്രഹിക്കാൻ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപൂർവപുത്രന്മാരാണ് ഇരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും അപൂർവ പുത്രനാരാ? അതായത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാരാ? ലാലു അലക്സ്. ലാലു അലക്സ്. നിഷാന്ത് സാഗർ. നിഷാന്ത് സാഗർ. ബാലാജി. പുള്ളിയുടെ കോമ്പോ പുള്ളി പറഞ്ഞു. അല്ല, ലാലു സാറിന് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ഇവരുടെ അച്ഛനായിട്ട് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അശോകൻ ചേട്ടൻ ഒട്ടും മോശമല്ല ആരും. ഞാൻ പറഞ്ഞ ലാൽച്ചായന്റെ ഒരു ഇതാണ് അവരുടെ തൂക്കലായിരിക്കും ഈ സിനിമ, അല്ലേ ചേട്ടാ? ലാൽച്ചായനും അശോകൻ അലഞ്ചേട്ടൻ കുറച്ചേ ഉള്ളൂ. അലൻസിയർ പക്ഷേ ഭയങ്കര രസമായിട്ട് പൊളിയാ. സജൻ ചേട്ടൻ അറിയാമോ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാവരും അപൂർവ പുത്രന്മാര് തന്നെ. അവരവരുടെ അതുകൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ പേര് ആരെങ്കിലും പറയുന്നത് പ്രതീക്ഷിച്ചിരുന്നത്. പുള്ളി എന്റെ പേര് ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടേ എന്റെ പേര് പറയായിരുന്ന ഞാൻ പുള്ളിയുടെ പേര് പറയാത്ത ഞാൻ എന്താണെന്നറിയോ, ഈ പടത്തിന് ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അത് പൊളിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇവന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും അതൊക്കെ അതുകൊണ്ടാണ്. അപ്പം ഇതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. അപൂർവ പുത്രന്മാര് സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആയല്ല, ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിംഗ്. ഓക്കെ, ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. നമസ്കാരം.